Hi friends, welcome to Anna's Corner. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചെമ്മീൻ കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് വെച്ചേക്കുന്ന നല്ലൊരു ചെമ്മീൻ കറിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, ചോറ് ഇതിൻ്റെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക. കൂടെ ആ ബെൽ ഐക്കൺ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിരിക്കുന്ന 3/4 കിലോ ചെമ്മീൻ, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കറിവേപ്പില, സവാള അരിഞ്ഞത്, 2 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിൻ്റെ കൂടെ കുടംപുളി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം, കടുക്, ഉലുവ, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1 കപ്പ് ചിരവിയ തേങ്ങ, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നീടാണ് കറിവേപ്പില ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറുന്ന ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലൂടെ നമ്മൾ സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊരു ട്രാൻസ്പെറൻറ്റ് കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് വഴുന്നതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് തീയ് എപ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കണം. പൊടികൾ ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഈ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കൂട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ചിരവിയ തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ വഴറ്റിയ മിശ്രിതവും തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് അത്രയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഇതിനൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് 2 മണിക്കൂർ മുമ്പൊക്കെ കുതിർത്ത് വെച്ച കുടംപുളി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് കുടംപുളി തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക്
ആ വെള്ളത്തിൻ്റെ ആവശ്യമേ തോന്നുള്ളൂ, ഒരുപാട് പുളിയൊന്നും വേണ്ട. ആ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നു. കുടലുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. പാത്രം ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റത്തേക്കിന് കുക്കാവാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാത്രം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചട്ടി തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമാണ്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര സ്മെല്ലാണ്. ഇതിൻ്റെ ചാറ് മാത്രമേ നമുക്ക് പ്രോൺസ് പോലും വേണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസ്റ്റോറൻറ്റ് കിട്ടുന്നതിനെക്കാട്ടും ശരിക്കും പറഞ്ഞാൽ അതിലും ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതിനോടൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.